ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഛത്തീസ്ഗഡിലെ പരിപാടി വെട്ടിച്ചുരുക്കി. ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും. നാളെ കേരളത്തിലെത്തുമെന്നാണ് സൂചന. ബീഹാർ ഗവർണറായി നിയമിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വളരെ പെട്ടെന്നൊരു തീരുമാനം വരികയായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും എന്തൊക്കെയാണ് പരിപാടികളിലെ മാറ്റം? അനുജ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് സ്ഥാനമാറ്റം ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം തന്നെ തൻ്റെ ജന്മനാട് ഉത്തർപ്രദേശിന് അടുത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഒരു സംസ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അഭ്യർത്ഥിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ബീഹാറിൻ്റെ ഗവർണറായി നിയമിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. എന്നാൽ അത് അപ്രതീക്ഷിതമായി ഇത്ര പെട്ടെന്നൊരു പ്രഖ്യാപനം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയിരുന്നില്ല. അദ്ദേഹം നിലവിലിപ്പോൾ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ചില ഔദ്യോഗിക പരിപാടികളുമായി ബന്ധപ്പെട്ടാണ്. നാളെ ആണ് ഡൽഹിയിലേക്ക് മടങ്ങാൻ ഇരുന്നത് മുൻ നിശ്ചയിച്ച പരിപാടികൾ അനുസരിച്ച്. എന്നാൽ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം പരിപാടികൾ വെട്ടിച്ചുരുക്കി ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. ഇന്ന് വൈകിട്ട് 7:30 അദ്ദേഹം ഡൽഹിയിൽ മടങ്ങിയെത്തും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഇന്ന് ഡൽഹിയിലുണ്ട്. NDA യോഗത്തിന് വേണ്ടിയാണ് നിതീഷ് കുമാർ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം മായുള്ള കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഈ നിതീഷ് കുമാറുമായും ഗവർണറുമായും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ രാഷ്ട്രപതി ഭവന്റെ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിച്ചിരുന്നുവെന്നും ഈ രാജേന്ദ്ര അർലേക്കർ ഡൽഹിയിലുണ്ടെങ്കിൽ അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും സാധ്യതയുണ്ട് എന്നുമാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നാളെ രാവിലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലേക്ക് തിരിക്കും എന്നുമുള്ള സൂചനകളും ലഭ്യമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഗവർണർ ഡൽഹിയിൽ എത്തുന്ന ഘട്ടത്തിലായിരിക്കും തുടർന്നുള്ള സമയക്രമങ്ങൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക തീരുമാനമുണ്ടാവുക. ഛത്തീസ്ഗഡിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം അവിടുത്തെ പരിപാടി വെട്ടിച്ചുരുക്കി ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും. നാളെ കേരളത്തിലേക്ക് എത്തും. ബീഹാർ ഗവർണറായി അദ്ദേഹം ചുമതല ഏൽക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി.